മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന ഖനൽവഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള ചരിത്ര വിചാരം നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ 51-ാം പാദമാണ് പഠിക്കുക. പേജ് നമ്പർ 286 മുതൽ 292 വരെയുള്ള ഭാഗങ്ങളിലാണ്. ജോൺ മാളിയേക്കൽ സാർ ഭാഷാന്തരം വരുത്തിയ വർത്തമാന പുസ്തകത്തിലാണ് ഇത് നമ്മൾ കാണുക. 292 വരെ നമുക്കൊരു നിമിഷം പ്രാർത്ഥനാപൂർവം ആയിരിക്കാം. സ്നേഹിതയായ ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിനും കരുതലിനും ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ പഠന പരമ്പരയെ ധീരമാടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് ശക്തിയും കഴിവും നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങളുടെ അനുഗ്രഹത്താൽ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുവാനും അതുപോലെ തന്നെ ക്ലാസ്സിൽ തയ്യാറാകുന്നവരെയും കേട്ടുകൊണ്ടിരിക്കുന്നവരെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയെ കൂടുതൽ സ്നേഹിക്കാനും സഭയെ കൂടുതൽ മനസ്സിലാക്കുവാനും അവരെടുക്കുന്ന പരിശ്രമങ്ങളെ ഈശോയെ നിൻ്റെ തിരുഹൃദയത്തിനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ മാതാവേ, നമ്മുടെ വിമല ഹൃദയത്തിനും സമർപ്പിക്കുന്നു. മാറിയോസേ പിതാവേ, തിരുസഭയുടെ പാലകനെ ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങൾ, നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. 51-ാം പാദമാണ് നമ്മൾ പഠിക്കുക. പേജ് നമ്പർ 286 മുതൽ 293 വരെയാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. മലങ്കര സഭയുടെ ചരിത്രത്തിലെ നിർണായകവും എന്നാൽ വേദന നിറഞ്ഞതുമായൊരു ഘട്ടമാണ് വർത്തമാന പുസ്തകത്തിലെ 51-ാം പാദത്തിൽ വിവരിക്കുന്നത്. പ്രൊപ്പഗാന്ധയുടെ പുതിയ തലവൻ കർദിനാൾ അന്തോനെല്ലിയിൽ നിന്നും നീതി പ്രതീക്ഷിച്ച മൽപ്പാന് കടുത്ത നിരാശയാണ് നേരിടേണ്ടി വന്നത്. ഈ ഭാഗമാണ് നമ്മൾ 5 ആശയങ്ങളായിട്ട് ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ അവതരിപ്പിക്കാനായിട്ട് പോവുക. ഒന്നാമത്തെ ആശയം, പുതിയ തലവനും പൊലിഞ്ഞ പ്രതീക്ഷകളും. പഴയ കർദിനാളിനേക്കാൾ നീതിമാനായിരിക്കും പുതിയ തലവനായ അന്തോനെല്ലി എന്ന് മൽപ്പാനും കത്തനാരും കരുതിയിരുന്നു. എന്നാൽ കർഷകർ മറ പ്രതീക്ഷിക്കുന്നത് പോലെ അവർ പുലർത്തിയ ആഗ്രഹം വൃഥാവിലായി. സ്വജനപക്ഷപാതവും അധികാരക്കൊതിയും നിറഞ്ഞ അന്തോനെല്ലി സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ മിഷണറിമാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് മുൻഗണന നൽകിയത്. മാർപ്പാപ്പ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, മാർപ്പാപ്പ സത്യം മനസ്സിലാക്കി. അതിനുശേഷം പുതിയ കർദിനാൾ വന്നപ്പോഴും അവസാനം സംഭവിക്കുന്നത് വീണ്ടും ഒരു സ്വജനപക്ഷപാതത്തിലേക്ക് പോകുന്ന കർദിനാൾ നമ്മൾ കാണുക. രണ്ടാമത്തെ കാര്യം, വിശ്വാസ സത്യത്തിലെ തടസ്സവാദങ്ങൾ. മാർത്തോമ മെത്രാൻ ഒപ്പിട്ട് നൽകിയ വിശ്വാസ സത്യം അപൂർണമാണെന്ന് കർദിനാൾ വാദിച്ചു. കൽക്കിദോനിയ സൂനകദോസിനെയും മാർ ലയോ പാപ്പായുടെ കുറിയെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതായിരുന്നു പ്രധാന ആരോപണം. എന്നാൽ ഇവയിലെ ആശയങ്ങൾ വിശ്വാസ സത്യത്തിൽ ഉണ്ടെന്ന് മൽപ്പാൻ തെളിവ് സഹിതം സമർത്ഥിച്ചു. എന്നിട്ടും തൻ്റെ വാദത്തിൽ ഉറച്ചു നിന്ന കർദിനാൾ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുവാൻ വീണ്ടും സമയം ആവശ്യപ്പെട്ടു. മൂന്നാമത്തെ കാര്യം ഇതാണ്, തന്ത്രപരമായ തീരുമാനമാണ്. 2 ദിവസത്തിനു ശേഷം കർദിനാൾ പുറപ്പെടുവിച്ച വിധി മലങ്കര പ്രതിനിധികളെ തളർത്തുന്നതായിരുന്നു. മാർത്തോമ മെത്രാനെ വാഴിച്ച ഗ്രിഗോറിയോസ് ശരിക്കുള്ള മെത്രാനാണോ എന്ന് അന്വേഷിക്കാൻ കൊച്ചി മെത്രാനെ അദ്ദേഹം ചുമതലപ്പെടുത്തി. ഈ പറയുന്ന കൊച്ചി മെത്രാൻ എപ്പോഴും മിഷണറി പാതിരിമാരുടെ പക്ഷക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വളരെ തന്ത്രപരമായിട്ട് കർദിനാൾ ഈ ഗ്രിഗോറിയോസ് മെത്രാൻ ശരിക്കുള്ള മെത്രാനാണോ എന്ന് അന്വേഷിക്കാനായിട്ട് ചുമതലപ്പെടുത്തുക. അങ്ങനെ ഗോവ മെത്രാപ്പൊലീത്ത യൂറോപ്പിലായതിനാലാണ് കൊച്ചി മെത്രാന് ഈ ചുമതല നൽകുന്നതെന്ന മുടന്തൻ ന്യായമാണ് കർദിനാൾ പറഞ്ഞത്. സത്യത്തിൽ കാര്യങ്ങൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുവാനായിട്ട് മാർത്തോമ മെത്രാൻ്റെ സഭയിലേക്കുള്ള വരവ് തടയാനുമായിരുന്നു, അതിനുള്ള തന്ത്രങ്ങളായിരുന്നു കർദിനാൾ ചെയ്തിരുന്നത്. ഒരു പ്രതീക്ഷയോടിരുന്ന മൽപ്പാനും സംഘത്തിനും ഏറ്റ ഒരു വിഷമകരമായ ഒരു തിരിച്ചടിയാണ്, അല്ലെങ്കിൽ വേദനാജനകമായ ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 4-ാമത്തെ ആശയത്തിൽ നമ്മൾ കടക്കുകയാണ്. മൽപ്പാൻ്റെ ധീരമായ ചോദ്യം ചെയ്യൽ. ഇത്രമാത്രം അവഗണിക്കപ്പെട്ടെങ്കിലും നീതി നിഷേധിക്കപ്പെട്ടെങ്കിലും മൽപ്പാൻ അതീവ ദുഃഖത്തോടെയും കർക്കശമായും ഈ നീതി നിഷേധത്തോട് അദ്ദേഹം പ്രതികരിക്കുകയാണ്. 72 പള്ളികളുടെ പേരിൽ തങ്ങൾ സമർപ്പിച്ച രേഖകൾ വിശ്വസിക്കാത്തത്
സഭയോടുള്ള അവഹേളനമാണ് അദ്ദേഹം പറഞ്ഞു. 2 സാക്ഷികളുടെ മൊഴി വിശ്വസിക്കാമെന്ന വേദപുസ്തക തത്വം പോലും കർദിനാൾ ലംഘിച്ചു. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണെന്ന യാക്കോബ് ശ്ലീഹായുടെ വചനം ഉദ്ധരിച്ച് റോമിൻ്റെ കാപട്യത്തെ അദ്ദേഹം തുറന്നു കാട്ടി. മൽപ്പാൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ കർദിനാൾ നിശബ്ദനായി ഇരിക്കേണ്ടി വന്നുവെന്നും നമ്മൾ കാണുന്നു. അപ്പോൾ 5-ാമത്തെ ആശയത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ് പ്രൊപ്പഗാന്തയുടെ കാപട്യവും മടക്കയാത്രയും. മൽപ്പാൻ്റെ മനോവിശ്വാസം മാറ്റാൻ കർദിനാൾ കുർബാന വസ്ത്രങ്ങളോ പുസ്തകങ്ങളോ വേണോ എന്ന് ചോദിച്ചു. എന്നാൽ സഭയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തവർ നൽകുന്ന സൗജന്യങ്ങൾ മൽപ്പാൻ നിരസിച്ചു. പ്രൊപ്പഗാന്തയെ മാതാവ് എന്ന് വിളിച്ച കർദിനാളിനോട് നീതി നൽകാത്ത മാതാവിനോട് അപേക്ഷിക്കാൻ താൻ തയ്യാറല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒടുവിൽ റോമിൽ നിന്നും നീതി ലഭിക്കില്ലെന്ന് തിരിച്ചറിവോടെ അവർ മടക്കയാത്രയ്ക്ക് ഒരുങ്ങി. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ 51-ാമത്തെ പാദത്തിൽ നമ്മൾ കാണുന്നത്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോവാം. കർദിനാൾ കസല്ലിക്ക് ശേഷം പ്രൊപ്പഗാന്തയുടെ തലവനായി വന്നത് ആര്? കർദിനാൾ അന്തോനെല്ലി. മാർത്തോമ മെത്രാൻ്റെ വിശ്വാസ സത്യം അപൂർണമാണെന്ന് പറയാൻ കർദിനാൾ ചൂണ്ടിക്കാട്ടിയ കുറവുകളേവ? കൽഖിദോനിയ സുഗുനോദോസിനെയും മാർ ലയോ മാർപ്പാപ്പായുടെയും കുറിയെക്കുറിച്ച് അതിൽ പരാമർശമില്ല എന്ന്. അന്തോന്നിലെ കർദിനാളിൻ്റെ സംസാര രീതി എങ്ങനെയുള്ളതായിരുന്നു? മലങ്കര പ്രതിനിധികളെ പുച്ഛിച്ചും അവരുടെ മൊഴി മുട്ടിക്കണമെന്ന് ഭാവത്തിലുമുള്ള സംഭാഷണമായിരുന്നു. മാർത്തോമ മെത്രാനെ വാഴിച്ചത് ആരെന്നാണ് അവർ അവകാശപ്പെടുന്നത്? ഗ്രിഗോറിയോസ് എന്ന യാക്കോബായ മെത്രാൻ. ഗ്രിഗോറിയോസിനെക്കുറിച്ച് എതിരാളികൾ റോമിൽ നൽകിയ പരാതി എന്തായിരുന്നു? അദ്ദേഹം മെത്രാനല്ല, വെറുമൊരു സന്യാസ വൈദികൻ മാത്രമാണെന്ന്. മാർത്തോമ മെത്രാൻ്റെ കാര്യത്തിൽ അന്വേഷണം നടത്താൻ മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം കർദിനാൾ ആരെയാണ് ചുമതലപ്പെടുത്തിയത്? കൊച്ചി മെത്രാനെ. ഗോവ മെത്രാപ്പോലീത്തായെ എന്തുകൊണ്ടാണ് ഈ ചുമതല ഏൽപ്പിക്കാതിരുന്നത്? അക്കാലത്ത് അദ്ദേഹം യൂറോപ്പിലായിരുന്നതുകൊണ്ട്. സഭാകാര്യങ്ങൾ അന്വേഷണം നടത്താൻ കൊച്ചി മെത്രാനെ തിരഞ്ഞെടുത്തതിന് പിന്നിലെ കൗശലം എന്തായിരുന്നു? കൊച്ചി മെത്രാൻ പ്രൊപ്പഗാന്തയുടെയും കർമ്മലിത്തക്കാരുടെയും പക്ഷക്കാരനായിരുന്നു. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാകുന്നുവെന്ന് മൽപ്പാൻ ആരുടെ വചനമാണ് ഉദ്ധരിച്ചത്? മാർ യാക്കോബ് ശ്ലീഹായുടെ. നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ മൽപ്പാൻ കർദിനാളിനോട് പറഞ്ഞ അവസാന വാക്കുകളുടെ സാരം എന്തായിരുന്നു? തങ്ങൾ കൊണ്ടുവന്ന രേഖകൾ വിശ്വസിക്കാത്തത് അധികാരികളുടെ മനോദോഷം കൊണ്ടാണെന്നും അതിന് ദൈവ മുൻപാകെ ഒഴികഴിവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മൽപ്പാൻ്റെ സങ്കടം മാറ്റാൻ കർദിനാൾ എന്തു വാഗ്ദാനമാണ് നൽകിയത്? കുർബാന വസ്ത്രങ്ങളോ പുസ്തകങ്ങളോ വേണമെങ്കിൽ അപേക്ഷിച്ചാൽ നൽകാമെന്ന്. കർദിനാളിൻ്റെ വാഗ്ദാനത്തിന് മൽപ്പാൻ നൽകിയ മറുപടി എന്ത്? സഭയുടെ നാമത്തിൽ അപേക്ഷിച്ച് നാണം കെടാൻ തനിക്ക് സാധ്യമല്ലെന്ന്.